മിസ്റ്റർ സുബോധൻ, ഞങ്ങൾ SMS ബാങ്കിലെ ജീവനക്കാരാണ്. ഞങ്ങളെ മനസ്സിലായോ? മനസ്സിലായി. കാരണം ഞാൻ 6 അടിയുള്ള ഒരു വ്യക്തിയാണ്. ഇപ്പം 5 അടിയേ ഉള്ളൂ. അതെങ്ങനെ? ഈ ലോണിന് വേണ്ടി കയറി ഇറങ്ങി 1 അടി ഒരഞ്ഞു തീർന്നത് നിങ്ങൾ മനസ്സിലാക്കാതിരിക്കാൻ എനിക്കെന്താ അറിഞ്ഞൂടെ? അല്ല, നിങ്ങൾ ഈ ലോൺ വേണം എന്ന് പറയുന്നുണ്ടല്ലോ. ഞങ്ങൾ പറഞ്ഞില്ലേ സെക്യൂരിറ്റി വെക്കണം, നിങ്ങൾ വെച്ചായിരുന്നു? സെക്യൂരിറ്റി വെച്ചു. ബോലോറാം എന്ന് പറഞ്ഞ ഒരു മുട്ടയെ ഞാൻ ഇവിടെ നിർത്തിയല്ലോ. ബോലോറാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ രാത്രിയാവുമ്പോ കിഴങ്ങ് തിന്നുകൊണ്ട് അവൻ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് പിന്നെ അവൻ ഉള്ളത് കൊണ്ട് ഞാനൊരു കാര്യം പറയാം. ഈ കള്ളന്മാർ ശല്യമില്ലായിരുന്നു കേട്ടോ. അയ്യോ, അതെന്തോന്ന് എടോ, ഈ സെക്യൂരിറ്റി വെക്കണമെന്ന് പറഞ്ഞാൽ ലോൺ കിട്ടണമെങ്കിൽ നമ്മൾ അപേക്ഷ വെക്കണം. താൻ വെച്ചായിരുന്നോ? അപേക്ഷ ഞാൻ വെച്ചായിരുന്നല്ലോ. അപേക്ഷ എടോ, അങ്ങനെങ്കിലും അപേക്ഷ വെച്ചാ പോരാ. പിന്നെ മനസ്സുരുകി മാധവന്റെ ഫ്രണ്ടിൽ മെഴുകുതിരി കത്തിച്ചിട്ട് 2 അപേക്ഷ വെക്കൂ. അപ്പൊ തനിക്ക് ലോൺ കിട്ടും. എനിക്ക് തന്നെ ജോലി കിട്ടിയത് അങ്ങനെയല്ലേ? എന്റെ ദൈവമേ, വെടിപൊട്ടുന്നിടത്തും നല്ലല്ലോ പുക വരുന്നത്. അതാണോ ചേട്ടോ ഞാൻ പറഞ്ഞത്? എടോ, അപേക്ഷ വെക്കണമെന്ന് ഫോമിനുള്ള അപേക്ഷ താൻ വെച്ചായിരുന്നോ? ഫോമിൽ അപേക്ഷ വെച്ചായിരുന്നല്ലോ. ആ അപേക്ഷ ഞാൻ കണ്ടായിരുന്നു. താൻ എന്തോ എഴുതി കൂട്ടി വെച്ചേക്കുന്നു? വായിച്ചേട്ടാ. അത് ഞാൻ വായിച്ചുതരാം. എത്രയും മാനഭംഗപ്പെട്ട സാർ എറിയുന്നതിന്, എത്രയും ബഹുമാനപ്പെട്ട സാർ അറിയുന്നതിന്, എന്റെ മോനെ വളർത്താൻ ഊണ് വേണം, എന്റെ മീനെ വളർത്താൻ എനിക്ക് ലോണ് വേണം. ഈ ആക്ഷേപം വായിച്ച് മനസ്സിലായെങ്കിൽ, ഈ അപേക്ഷ വായിച്ച് മനസ്സിലായെങ്കിൽ എന്റെ മോന് ലോഷൻ തേച്ച് തരണമെന്ന്. അയ്യോ, എന്റെ മീനെ വളർത്താൻ ലോൺ സാക്ഷനാക്കി തരണം. ഇടോ, ഞാനൊരു കാര്യം പറയട്ടെ. ഇങ്ങനെയാണ് ഒരു അപേക്ഷ വെക്കുന്നത്. അത് അപേക്ഷ വെക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. ഇത്രയും മാനഭംഗപ്പെട്ട സാർ അറിയുന്നതിന് എന്റെ മോനെ വളർത്താൻ ഊണ് വേണം, എന്റെ മോന് ലോഷൻ തേച്ച് തരണം, അങ്ങനെ പറയണം കേട്ടോ. വ്യക്തമായിട്ട് പറയണം. ഇപ്പൊ ഞാൻ എഴുതിയത് മാത്രമല്ലേ തെറ്റായിട്ടുള്ളൂ. ഇപ്പൊ സാറ് പറയണം മുട്ട തെറ്റാണല്ലോ. ചേട്ടാ വിളിച്ചു പറയുന്നത്. സുബോധന്റെ അഡ്രസ്സും ഡീറ്റെയിൽസും ഒക്കെ ഒന്ന് പറഞ്ഞേ. കറക്റ്റ് ആയിട്ട് നോക്കിക്കോളാം. മെനക്കെടുത്ത് തറവാട്, ഗുണം വന്ന പാലം പീവോ, ഡീസന്റ് മുക്ക്. ഈ ഡീസന്റ് മുക്ക് അവിടെ നിങ്ങൾ ഏത് വഴിയാണ്? പാലത്തിന്റെ അത് വഴിയാണോ വന്ന? ആലിന്റെ ആ ഭാഗം വഴിയാ വന്ന? പാലത്തിന്റെ അത് വഴിയാ വന്ന ആണല്ലേ? അവിടെ ഈ കുടിച്ചോണ്ട് 2-3 പേര് ഉടുതുണിയൊക്കെ അഴിച്ചു കളഞ്ഞിട്ട് അടിയും ബഹളമൊക്കെ നടക്കുന്ന സ്ഥലം കണ്ട? ഞാൻ കണ്ട്. അതാണ് ഡീസന്റ് മുക്ക്. നല്ല ഡീസന്റ് മുക്ക്. അതെ, നമ്മൾ ഈ ലോൺ നിങ്ങൾക്ക് തരണമെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യം നമുക്ക് നമ്മളെ ഗുണം അറിയണം. നമ്മളെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാ രാവിലെ എഴുന്നേക്കും, പിന്നെ നേരെ വാ നേരെ പോകുന്നുള്ള ഒരു ഗുണമാണ് എന്റെ ഗുണം. പിന്നെ അല്ലാതെ അനാവശ്യ ഗുണങ്ങളൊന്നും എന്റെ ഇല്ല. നമ്മളെ ഗുണം അറിയണമെന്ന് തനിക്ക് മനസ്സിലായില്ല പറയുന്നത്? നമ്മളെ ഗുണം, അതായത് മണ്ണിന്റെ ഗുണം നമ്മൾ അറിയണം, മണ്ണിന്റെ രുചി അറിയണം. അതാണ് ഞാൻ ചോദിച്ചത്. ഓ, അങ്ങനെ ഉണ്ട്. ഇത് നേരത്തെ പറയണ്ട, ഞാൻ കാണിച്ചിരുന്നു. കൊള്ളാം മേഡം, ഉപ്പ് അധികമില്ല, ലേശം ഒരു ഇനിപ്പൂടെ ഉണ്ട്. അപ്പുറത്തെ ഉണ്ണിക്കുട്ടന്റെ അടുത്ത് പറഞ്ഞാലും കേൾക്കൂല. ചെറുക്ക ഇവിടെ വന്ന് മൂത്തൊഴിക്കോളും. പറഞ്ഞിരുന്നു മണ്ണുവരത്തിന് ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് ലോണും കാര്യങ്ങളും എല്ലാം ഞങ്ങൾ തരും. ഈ മീനിന്റെ ആവാസ വ്യവസ്ഥയൊക്കെ ഒന്ന് പറഞ്ഞേ. മേഡം ചൂടിലാണ് തോന്നുന്നു. ഈ പൂവാലി എന്ന് പറയുന്ന മീനാണ് ഇതിലെ ആഭാസൻ എന്ന് പറയുന്നത്. ഈ ആഭാസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മീൻ ബാക്കിയുള്ള മീൻ കൊടുക്കുന്ന തീറ്റ എല്ലാം ഇത് തട്ടിപ്പറിക്കും. വാലിട്ടുള്ള അടി, അങ്ങനെ പല ആഭാസത്തിലും ഈ മീൻ കാണിക്കും. പിന്നെ വാക്കിന് കിട്ടുമ്പോ ഞാൻ ഈർക്കലിന് കുത്തിക്കൊടുക്കും. അത് വേണം. അതാണ് ഈ പൂവാലിയാണ് ഭയങ്കര ആഭാസം എന്നാണ് പുള്ളി പറയുന്നത്. പുള്ളി പറഞ്ഞെല്ലാം ഞാൻ കേട്ടു. ആവാസം എന്ന് പറഞ്ഞ താമസ സ്ഥലം. മീനിന്റെ താമസം എങ്ങനെയാ? മീനിന്റെ താമസം കുളത്തിലല്ല, ലോഡ്ജിൽ മുറിയെടുത്ത് കൊടുക്കാൻ പറ്റുമോ? മീൻ ഇതിപ്പോ ഇത് കുളത്തിലല്ലേ താമസിക്കാൻ പറ്റും. ആസ്തി എന്ന് പറഞ്ഞ എത്ര ഉണ്ടെന്ന് കേട്ടെ. കശേരിക്കൾ ഉൾപ്പെടെ 218. മഴ പെയ്യുമ്പോഴെങ്കിലും ആ സ്കൂളിലെ തിണ്ണയിലൊന്ന് കയറിയിരിക്കണം. ഇല്ലെങ്കിൽ ഈ ഡയലോഗ് നീ അടിക്കൂലായിരുന്നു. നിങ്ങളുടെ സാമ്പത്തികം എങ്ങനെയാന്നാ ചോദിച്ചത്. അവളങ്ങ് അമേരിക്കയിലല്ലേ, ഞാൻ ഇവിടെയും. പിന്നെ വല്ലപ്പോഴും ഫോണിൽ വിളിച്ചിട്ട് എവിടെയാ കഴിച്ചോ, അത്രേ ഉള്ളൂ ദാമ്പത്യം. ദാമ്പത്യം അല്ലെന്ന്. അതായത് പോക്കുവരവ് നടത്തിയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ ദാമ്പത്യം ഇല്ലെന്ന്. പിന്നെ വെറുതെ പോക്കുവരവ് നടത്തിയിട്ട് കാര്യമുണ്ടോ? നമ്മളെ വെറുതെ പൈസ കളയാനായിട്ട് എന്തോന്ന് പറയണോ? നിങ്ങളുടെ സാമ്പത്തിക ശേഷിയാ ഞങ്ങൾ ചോദിച്ചത്, അല്ലാതെ നിങ്ങളുടെ പോക്കുവരവും കാര്യങ്ങളും അല്ല. സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ ഞാൻ ലോൺ അപേക്ഷിക്കില്ലല്ലോ മേഡം. സുബോധൻ എത്ര മക്കളാ? അമ്മയുടെ ആഗ്രഹപ്രകാരം നാം 1 നമുക്ക് 2 എന്നാണ്. അപ്പൊ 2. അച്ഛന്റെ ആഗ്രഹപ്രകാരം നാം 1 നമുക്ക് 8 എന്നാണ്. അപ്പൊ 8 അല്ല, 8ഉം 2ഉം 10. അമ്മയുടെ അച്ഛന്റെ ആഗ്രഹപ്രകാരം 8ഉം 2ഉം 10. അപ്പൊ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടോ? കുഴഞ്ഞു വീണാ മതി. പിന്നെ കുഴയില്ലേ നീ ഈ എൻജോടിയാനൊക്കെ പറഞ്ഞോണ്ട് നടന്നാ? മിസ്റ്റർ സുബോധൻ, നിങ്ങള് ബാങ്കിന് തന്നിട്ടുള്ള ഒരു ബന്ധത്തെ പറ്റി, നോമിനി ആയിട്ടുള്ള നിങ്ങളുടെ ബന്ധം ഞങ്ങൾക്കൊന്ന് അറിയണം. അത് ഇത് എഴുതി വെക്കാൻ പോണോ? പിന്നെ ഇത് എഴുതി ഞങ്ങൾ എംഡിക്ക് കൊടുക്കും. എംഡിക്ക് കൊടുക്കും? ഓ, മിനി ആയിട്ടുള്ള ബന്ധം നിങ്ങൾ ഇതിൽ എഴുതി വെച്ചിട്ട് നിങ്ങൾ എംഡിക്ക് കൊടുക്കും. എന്തിനാ
എന്തിനാ നിങ്ങൾ അത് അങ്ങനെ ചെയ്യുന്നത്? ഞാൻ ഈ ഓമിനി എന്ന് പറഞ്ഞ കുട്ടി എന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. വീട്ടിൽ വന്ന് ഒരു നേരം ഭക്ഷണം കഴിച്ചു, ഒരു 500 രൂപ കടം ചോദിച്ചു, ഞാൻ കൊടുത്തു. അതല്ലാതെ ഓമിനിയും ഞാൻ തമ്മിൽ ഒരു ബന്ധവും ഇല്ല. എടോ നോമിനി എന്ന് പറഞ്ഞാൽ നിങ്ങളെ രക്തബന്ധത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന്? അവകാശി. അത് തന്നെ അവകാശി. നമുക്ക് ഒന്നാമത് മുല്ലപ്പെരിയാർ പ്രശ്നം നടക്കുകയാണ്. ഇപ്പൊ നമുക്ക് ചോദിക്കാൻ പറ്റുമോ തമിഴ്നാട് സർക്കാരിനോട്? എന്തോന്ന്? ഈ ലോണിന് വേണ്ടി ശിവകാശി അല്ലെന്ന്. ഇടോ തന്റെ വീട്ടില് തനിക്ക് മക്കളോ ശേഷകാരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നോമിനിയായിട്ട് അവരെ പേര് വെക്കണം. എന്റെ ഒരു പെങ്ങളെ മകനുണ്ട്, മതി. അപ്പൊ അവനെ വെച്ചു. അവരുടെ പേരും വയസ്സും ഞങ്ങൾക്ക് കൃത്യമായിട്ട് വേണം. അങ്ങനെ ഒരു പേരുണ്ടോ? 28 ദിവസം പാളയിൽ കിടക്കുന്നു. 28 ദിവസമുള്ള കുഞ്ഞിന്റെ പേരാണ് നോമിനേറ്റ് വെക്കുന്നത്? അല്ല, നിങ്ങളിപ്പോ ഇന്ന് എഴുതിക്കൊണ്ട് പോകും, എന്നിട്ട് തിങ്കളാഴ്ച വാ, വെള്ളിയാഴ്ച വാ, ബുധനാഴ്ച വാ, ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. എങ്ങനെയായാലും ചെറുക്ക ഒരു 10ാം ക്ലാസ്സിൽ എത്തുമ്പോഴേ ലോൺ നമ്മുടെ കയ്യിൽ കിട്ടും. കാര്യമായി എടുത്തോ പിടിച്ചോന്നും പറഞ്ഞ് ലോൺ തരാനൊന്നും പറ്റത്തില്ല. ഈ ലോൺ, അത് മത്സ്യകൃഷിക്കുള്ള ലോൺ നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ സമീപവാസികളുടെ സമ്മതപത്രം വേണം നിങ്ങൾക്ക്. നിങ്ങൾ രണ്ടുപേരും അത് വേണം, അത് വേണം. വന്നേ. അവിടെ താമസിക്കുന്നത് ലീല ചേച്ചിയാണ്. ആ 2 കൊച്ചുങ്ങളെ കണ്ട തടിയുള്ള പിള്ളേർ ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് ഓടിക്കുന്നുണ്ട. അവര് വളർത്താൻ വേണ്ടിട്ട് എന്റെ അനുവാദം ചോദിച്ചു.